അപ്പം എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തിന് തീറ്റ കൊടുക്കുന്നതും മറ്റും സംബന്ധിച്ചൊരു വീഡിയോ തന്നെയാണ്. ഞാനപ്പോൾ രാവിലെ തന്നെ പോത്തിന് തീറ്റ കൊടുക്കാനായിട്ട് പോകാൻ പോയപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ പെയ്തായിരുന്നു. ആ മഴയും കൊണ്ട് പോവാണ്, വഴി നിറച്ച് ചെളിയാണ്. ഞാനവിടെ ചെല്ലുമ്പോൾ പോത്ത് വിശന്നിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഓടി വന്നു. പക്ഷേ ഈ സ്നേഹമൊന്നും പെട്ടെന്ന് വിശ്വസിക്കരുത്. കാരണം പോത്തെന്ന് പറയുന്നൊരു സാധനം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങളുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവും. കാരണം ഇന്നിപ്പോൾ 2 തവണ എന്നെ ഓടിച്ചായിരുന്നു പോത്ത്. 2 തവണ ഓടിച്ച് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ വീണ്ടും പാടത്ത് തന്നെ കൊണ്ട് കെട്ടിയിടാണ് ചെയ്തത്. ഒരു കണക്കിനെ കൊണ്ട് കെട്ടിയിട്ടത്. അപ്പം കാര്യം ഇണക്കമുള്ള ജീവിയൊക്കെയാണ് മനുഷ്യനേക്കാളും നമുക്ക് വിശ്വസിക്കാം, സ്നേഹിക്കാം. പക്ഷേ പോത്തിൻ്റെ തൊഴി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടുവടിച്ച് കിടക്കേണ്ടി വരും. പോരാത്തതിന് കർക്കിടകമാണ്. അപ്പം അങ്ങനെ ഞാൻ പോത്തിനെ അഴിച്ചുകൊണ്ട് കെട്ടിയതിന് ശേഷം പോത്തിന് തീറ്റ എടുക്കാനായിട്ട് ഞാൻ വീട്ടിൽ വന്ന് പാത്രമൊക്കെ കഴുകി ഞാൻ തീറ്റ എടുക്കാനായിട്ട് പോവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പോത്തിനെ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ അവർക്കൊരു അഡ്വൈസാണ്. കാര്യം പോത്ത് ഇണങ്ങുന്നൊരു ജീവിയാണെങ്കിൽ പോലും അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. കാരണം എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ 2 വട്ടം ഈ ചെറിയ പോത്തായിട്ട് പോലും എൻ്റെ 2 വട്ടം ഓടിച്ചു. അപ്പോൾ അത്യാവശ്യം വലുതായി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പോത്തിന് ഇങ്ങനെ തീറ്റ എടുത്തു. അത് പിന്നെ പുല്ല് തീറ്റിക്കാൻ കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് അതിന് ഞാൻ ഫുഡ് ഇച്ചിരി കൂടുതലെടുത്ത് കൊണ്ടുപോവാണ്. ഞങ്ങളുടെ പോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോത്താണ്. പക്ഷേ പോത്ത് കുഞ്ഞിതാണെങ്കിലും വലുതാണെങ്കിലും കുത്ത് കിട്ടിക്കഴിഞ്ഞാലോ തൊഴി കിട്ടിക്കഴിഞ്ഞാലോ എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും പെയിനും കാര്യങ്ങളൊക്കെ. എന്നെ സംബന്ധിച്ചെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു കുഞ്ഞുള്ളത് കൊണ്ട് ഓവറായിട്ട് നമുക്കിങ്ങനെ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പം ഞാൻ ആൾക്കാരെന്നോട് പറയാറുണ്ട് പോത്ത് നന്നായിട്ട് ഇണങ്ങും, കുഴപ്പമില്ല, പോത്തിനെ വളർത്തുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചൊരു കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞിനെ ആരും ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടും ഒരു ജോലി കിട്ടാത്തത് കൊണ്ടും ഞാൻ ഈ പോത്തിനെ നോക്കാം എന്നുള്ളൊരു ഓപ്ഷനിൽ എത്തിയിട്ടാണ് ഈ പോത്തിനെ ഇങ്ങനെ നോക്കുന്നത്. പക്ഷേ ഇതിലും നല്ല റിസ്ക് ഉണ്ട്. ചില സമയത്ത് കാരണം നമുക്ക് പോത്തിന് ലേറ്റായി ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ പോത്തിന് ദേഷ്യം വരാറുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ.